ഇതുപോലെയുള്ള നല്ല സ്പൈസി ചിക്കൻ ഫ്രൈ വേണോ? ഇങ്ങോട്ട് പോന്നേക്ക്. ചിക്കൻ ഫ്രൈക്ക് പേര് കേട്ട സ്ഥലമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം ഫ്രൈ എന്നാണ് അറിയപ്പെടുക. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് വിഴിഞ്ഞത്തോട്ടൊന്ന് പോയാൽ ചിക്കൻ ഫ്രൈയുടെ ഒരു കടനിര തന്നെ കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചിക്കൻ ഫ്രൈയുടെ എരിവ് തന്നെയാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിക്കൻ ഫ്രൈ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ചിക്കൻ ഫ്രൈക്ക് ഒരുപാട് കടകളുണ്ടെങ്കിലും ഇവിടുത്തെ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പച്ചമുളക്, സാലഡ് വെള്ളരി, കാബേജ്, കറിവേപ്പില ഇതിൻ്റെയൊക്കെ ഒരു മസാലക്കൂട്ടുണ്ട്. ആ മസാലക്കൂട്ടിനാണ് കേട്ടോ എരിവുള്ളത്. ഈ പൊടി ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ആ പൊടിയിലാണ് എരിവുള്ളത്. വിഴിഞ്ഞം ഫ്രൈ ഫേമസ് ആണ് കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ദോശയും പെറോട്ടയുമാണ് കൊടുക്കുന്നത്. പെറോട്ടയുടെ കാര്യം എടുത്തു പറയണം കേട്ടോ. നല്ല സോഫ്റ്റ് പെറോട്ടയാണ്. നല്ല സ്പൈസി ചിക്കൻ ആയതുകൊണ്ട് കൂടുതലും പെറോട്ടയാണ് ചിലവാകുന്നത്. ഒരാൾ മിനിമം ഒരു 5 പെറോട്ടയെങ്കിലും കഴിക്കും. അതാണ് ഇവിടുത്തെ പെറോട്ടയുടെ ടേസ്റ്റ്. ഈ ഹോട്ടലുകളെല്ലാം വൈകുന്നേരം 5 മണി കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുക. ചിക്കൻ ഫ്രൈ മാത്രമല്ല ഇവിടെ കിട്ടുന്നത്, നല്ല ബീഫ് റോസ്റ്റും കിട്ടും കേട്ടോ. അതും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാം പീസ് ഫ്രൈ ആണ് കേട്ടോ. ഒരു പീസ് 120 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചിക്കൻ പീസാണ് കേട്ടോ. അതുകൊണ്ട് 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ സാധിക്കും. നല്ല എരിവുള്ള ചിക്കൻ ഫ്രൈ ആയതിനാൽ കഴിക്കുന്ന പൊറോട്ടയുടെ എണ്ണവും കൂടും. അതാണ് ഫ്രൈയുടെ 5 മണിക്ക് ശേഷം വിഴിഞ്ഞത്തോട്ടൊന്ന് ഇറങ്ങിയാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. തൊട്ടടുത്ത് ഹാർബറുമുണ്ട്. ഹാർബറിൽ ചെന്ന് നല്ല ഫ്രഷ് മീൻ വാങ്ങിയിട്ട് പോവുകയും ചെയ്യാം. ഒരു 7 മണി ആകുമ്പോഴേക്കും ഈ കടയിൽ തിരക്കായി തുടങ്ങും. വലിയ കടയൊന്നുമല്ല, ഒരു കുഞ്ഞു കടയാണ്. ഒരു 4 ടേബിളൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു കടയാണ്. ഇനി ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്തായിട്ടാണ്. ബിസ്മില്ല എന്നാണ് കടയുടെ പേര്. ചിക്കൻ ഫ്രൈ മാത്രമല്ല, സീസൺ വരുമ്പോൾ സീ ഫുഡും കിട്ടാറുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് വിഴിഞ്ഞം ഹാർബറും. ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ വാങ്ങിയിട്ട് വരികയും ചെയ്യാം. ഇന്നലെ ഞങ്ങൾ പോയ സമയത്ത് ചൂര മീനായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ ഈ കണവ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കല്ലൻ കണവ എന്നാണ് വിളിക്കാറ്. ഇതൊക്കെ പുറത്തോട്ട് കയറ്റുമതി ചെയ്യുന്ന മീനുകളാണ്. ഇവിടേക്ക് കിട്ടുന്നത് അപൂർവമാണ്. നല്ല വിലയ്ക്കാണ് ഇത് വിറ്റുപോയത്.